ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മദീന സയ്യിദിലുള്ള ലുലു മാളിൽ പോയി. ലുലു മാളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മദീന സയ്യിദ് ഇവിടെ അൽദഫ്ര മാളിലുള്ളത് കേട്ടോ, നമ്മുടെ അബുദാബിയിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ മാറിയിട്ട്. അപ്പോൾ അവിടെ ഒരു ബുർജിൽ ഹോസ്പിറ്റലുണ്ട് ലുലു മാളിൻ്റെ അകത്ത് തന്നെ. അൽദഫ്ര മാൾ എന്നാണ് അതിൻ്റെ പേര്. അതിൽ ലുലു ഉണ്ട്, ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ബിനോയ് കണ്ടില്ലേ, ചിരിക്കുന്ന ചിരി കണ്ടില്ലേ. അപ്പോൾ പുള്ളിക്ക് ഒരു കൗതുകം, എന്നാൽ പിന്നെ നമുക്ക് ഈ ഫാൽക്കനെയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമോ, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കണം അതിന് കയ്യിലൊക്കെ വയ്ക്കണമെങ്കിൽ. ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയപ്പോൾ പുള്ളി അതിൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയാൻ നോക്കി. പക്ഷേ ഫാൽക്കൻ പുള്ളി വിചാരിച്ച തത്തമ്മേനെ പോലെയാണ്, തത്തമ്മ വർത്താനം പറയുന്നത് പോലെയും. പക്ഷേ ഇത് അവരുടെ മുഖം മൂടി ഒരു കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെ സ്നേഹനിധിയായ ഒരു ഫാൽക്കണായിരുന്നു. അത്യാവശ്യം ഒരു 2-2.5 കിലോ വെയിറ്റ് എല്ലാം ഉണ്ട്. അവിടുത്തെ ഒറിജിനൽ ലോക്കൽസ് ആൾക്കാർ തന്നെയാണ്. ഇവരെന്തൊരു ഈവൻറ്റ് ബുക്ക് ചെയ്തിട്ട് അവരുടെ ഡാൻസും പരിപാടികളും. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു താല്പര്യം, ആ ആൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അറബിക്കിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു പണി ഈ ചൂരിലും പിടിച്ച് അങ്ങ് ഡാൻസ് കളിക്കാൻ. എന്നാൽ പിന്നെ ബിനോയ് ചേട്ടൻ ഒന്നും പഠിച്ചില്ല, പോയി കളിച്ചോ, ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂടുതലായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് വടി വീശുന്നതും, ഇവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. ഒരു വടി, ഒരുപാട് ഇളക്കും കുലുക്കും ഒന്നും ഉണ്ടാവില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ബിനോയ് ചേട്ടനും വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ പുള്ളിക്ക് അല്ലെങ്കിൽ പണ്ട് മുതൽ ഇങ്ങനെ ശരീരം അധികം ഇളക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് ഇതാകുമ്പോൾ പതുക്കെ നിന്ന് കുലുങ്ങി ഒന്ന് ചിരിച്ചാൽ മതി. ആ ഡ്രസ്സ് ചോദിച്ചപ്പോൾ തോന്നില്ല ഇതാണ് അതിൻ്റെ മാഷെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയാണ് അതിൻ്റെ ക്ലാസ് എല്ലാം പുള്ളിക്ക് ഇവിടുന്ന് ഓരോ ആക്ഷനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിനോയ് ചേട്ടന്. പുള്ളി അതനുസരിച്ചിട്ട് ഇങ്ങനെ പതുക്കെ താളം പിടിച്ച് ഇരിക്കുന്നതാണ്. ആൾക്കാരെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ബിനോയ് ചേട്ടൻ കണ്ട അയാൾ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് വടി വീശുന്നത് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു ചൂരലാണ്, അത് ഇവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും. ഈ ഒരു ചൂരൽ പിടിച്ചിട്ട് ചെറിയ താളത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് കാണാനും കേൾക്കാനും. അതായത് ഇവരുടെ ഡ്രസ്സിലിട്ടുള്ള കളിയും അതേപോലെ തന്നെ ഇവരുടെ ഒരു മ്യൂസിക്കെല്ലാം ഒരുപാട് ഇൻസ്ട്രുമെൻ്റൊന്നും ഇല്ലാത്ത ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞപ്പോൾ പിന്നെ വടി പിടിക്കേണ്ട രീതിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. പുള്ളി അതൊക്കെ നോക്കി വളരെ അച്ചടക്കമായിട്ടുള്ളൊരു ശരിക്കുള്ളൊരു സ്റ്റുഡൻ്റായി അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിനോയ് ചേട്ടൻ. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻറ്റിന് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു, കളിയെല്ലാം ഇഷ്ടപ്പെട്ടു. പതുക്കെ കൈയെല്ലാം കൊടുത്ത് അവർ തമ്മിൽ ഒരു ചേട്ടനും അനിയൻ ബന്ധം പോലെ ഒരു കെട്ടിപ്പിടുത്തമൊക്കെ പിടിച്ച് ഉമ്മ കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുത്ത് വടിയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു കൊച്ചിൻ്റെ അടുത്തൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞു. കൊച്ചും ഡാൻസ് കളിക്കാൻ കൂടിയതാണല്ലോ. കഴിഞ്ഞപ്പോൾ നന്നായി ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു അനുമോദനം. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണപ്രിയനായതുകൊണ്ട് അവിടെ നിന്നൊരു കാപ്പിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇവരുടെ മാത്രം ഒരു ഡാൻസ് എടുക്കാൻ പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ വല്ല ഡാൻസ് മാത്രം ഇങ്ങനെ നന്നായിട്ട് ചെറുതായിട്ട് സ്റ്റെപ്പുകളുണ്ടല്ലോ, ഒരു പ്രത്യേക സ്റ്റെപ്പാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അവരുടെ ഡ്രസ്സും വടിവീശലും മാളിൻ്റെ അകത്ത് ചുമ്മാ എല്ലാവർക്കും പോയി കാണാൻ ഈ ബുർജിൽ ഹോസ്പിറ്റലുകാർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇന്നൊരു ടൈം പാസ് ആയിരുന്നു. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളതെല്ലാം കൊണ്ടാടി. ഒരു നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ മാസ്റ്റർ എന്നാണ് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളാണ് എപ്പോഴും മുമ്പിൽ കയറിയിട്ട് ഇതിനെ ലീഡ് ചെയ്യുന്ന ആൾ പുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ കാണാത്തവരോ കണ്ടിട്ടുള്ളവരോ ഇതേപോലെ കളിക്കാൻ സാഹചര്യം കിട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊന്നും പറയണം. പക്ഷേ നമുക്കിങ്ങനെ അവരങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവർ കൂടെ കളിച്ചത് കൊണ്ടൊന്നും അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ആയിരുന്നു കാര്യങ്ങളൊക്കെ. വടി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും, ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ട്. ഇറക്കമൊന്നുമില്ല. ഇത് പൈസയ്ക്കാണെന്ന് എനിക്ക് തോന്നണം. ഇവരുടെ ഒരു ഈവൻറ്റ് ബുക്ക് ചെയ്തിട്ട് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ഈ ഫാൽക്കനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 2 പേരുണ്ട്. ഇവർ 4 പേര് ഇതിൻ്റെ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് വേറെന്തോ ഒരു പേരുണ്ട്. ഇവർ ട്രഡീഷണൽ സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഡാൻസാണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം ചുറ്റുമുണ്ട്, കുറേ പേരെല്ലാം കാണുന്നു, കുറച്ച് പേരെല്ലാം പർച്ചേസ് ചെയ്യുന്നു. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകാരുടെ എന്തോ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫാൽക്കനെയൊക്കെ കുറച്ച് നേരം നോക്കി. നല്ല രസമുണ്ട്, അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ ബൈ.